സ്നേഹമുള്ളവരെ, വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് തരുന്ന ഒരു ബോധ്യമാണ് വിളവധികം വേലക്കാരോ ചുരുക്കം. ഈ കഴിഞ്ഞ 2 ആഴ്ച കാലഘട്ടത്തിൽ ഞങ്ങൾ പപ്പുവ രാജ്യത്തിലെ ഐത്തപ്പ രൂപതയിലൂടെ കടന്നുപോയപ്പോൾ കണ്ടെത്താൻ സാധിച്ചതും ഇതുതന്നെയാണ്. തീഷ്ണതയുള്ള, ദൈവത്തെ സ്നേഹിക്കുന്ന, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വലിയ ഒരു ജനത. മാർച്ച് 27-ാം തീയതി കേരളത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പ്ലെയിനും ബോട്ടും വള്ളവും ഒക്കെയായി ഏകദേശം 4 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഐത്തപ്പയിൽ എത്തിയത്. വളരെ വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ യാത്രയിലും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരം ഉണ്ടായിരുന്നു. 4 മണിക്കൂറുകൾ കൊണ്ട് എത്തേണ്ട യമഹ വള്ളത്തിലെ യാത്ര കടൽ റഫായതുകൊണ്ട് ഏകദേശം 5.5-6 മണിക്കൂർ എടുത്തു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ കരമാണ്. ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാതെ ദൈവം ഞങ്ങളെ കാത്തു. വലിയ നദികളും കടലുമായിട്ട് ചേരുന്ന ആ അഴിമുഖത്തെ വലിയ പ്രതിസന്ധികളിലൊക്കെ ദൈവം ഞങ്ങളെ ഉള്ളം കയ്യിൽ നിന്നതുപോലെ താങ്ങി. ഓരോ ദിവസവും കടലിലൂടെ യാത്ര ചെയ്ത്, പുഴയിലൂടെ യാത്ര ചെയ്ത് വിശ്വാസികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ സ്വർഗീയമായ സന്തോഷം, അവരുടെ തനതായ നാടൻ ശൈലിയിലുള്ള ഡാൻസും പാട്ടുമൊക്കെയായി ഞങ്ങളെ സ്വീകരിച്ചു. അവരുടെ തീഷ്ണതയാണ്. ആദ്യ ദിവസം തന്നെ 275 പേരെ മാമോദിസ മുക്കാൻ, അതായത് 4-5 വർഷമായിട്ട് കൂദാശകളില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനതയായിരുന്നു. മാമോദിസ മുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ 100-300 പേർക്ക് കൺഫർമേഷൻ, പിന്നെ വേറൊരു പള്ളിയിലെ ആദ്യ കുർബാന സ്വീകരണം. അങ്ങനെ കൗദാശികമായിട്ട് അവരെ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആ രൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അടിസ്ഥാന സൗകര്യങ്ങൾ യാതൊന്നുമില്ല. പലയിടത്തും ഫോണോ വൈദ്യുതിയോ ഇൻ്റർനെറ്റോ ഒന്നുമില്ല. ആ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന വൈദികരെയും നമ്മുടെ സിബി മാത്യു പീടികയിൽ പിതാവിനെയും നമുക്ക് പ്രാർത്ഥനയോടെ ഓർക്കാം. രൂപതയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന മാത്രം പോരാ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ ആ രൂപതയെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുക. ഒത്തിരി തീഷ്ണതയോടെ അവർ വചനത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബൈബിള് അവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ബൈബിള് വായിക്കാൻ അറിയാം, പക്ഷേ അങ്ങനെ ഒരു ബൈബിൾ അവർക്ക് കിട്ടാനില്ല. അവരുടേതായ ലോക്കൽ ലാംഗ്വേജിലുള്ള ബൈബിളും മറ്റു ഭക്തസാധനങ്ങൾ, അതുപോലെ തന്നെ സക്രാരി, അരളിക്ക, കാസ, പീലാസ ഇങ്ങനെയുള്ള അടിസ്ഥാന ബലിയർപ്പണത്തിനായിട്ടുള്ള സൗകര്യങ്ങളില്ല. നല്ല ദേവാലയങ്ങളില്ല. അതിനൊക്കെ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മൾ ഈ ചെറിയ ഒരു ഈശോയെ കണ്ടുകൊണ്ട് അവരുടെ വിശ്വാസ തീഷ്ണത, പിതാവ് പറയുകയായിരുന്നു, 20 വർഷമായിട്ട് കടന്നു ചെല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ 20 വർഷമായിട്ട് അവർ കുദാശകളൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവർ പറഞ്ഞത്, പന്തക്കോസുകാരും മറ്റും അവരെ സ്വാധീനിക്കാൻ ചെന്നപ്പോൾ, ഞങ്ങൾ ജനിച്ചത് കത്തോലിക്കരായിട്ടാണ്, ഞങ്ങൾ മരിക്കുന്നതും കത്തോലിക്കരായിട്ടാണ്. അത്ര വിശ്വാസമുള്ള, തീഷ്ണതയുള്ള, ദൈവത്തിൻ്റെ പരിപാലനയെ ആശ്രയിക്കുന്ന ഒരു ജനതയാണ്. അവർക്ക് വേണ്ടി നമുക്ക് ത്യാഗം സഹിക്കാം. ഞങ്ങൾ തിരിച്ച് ഈ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് പോർട്സ്മോർട്സ് ദ്വീപിലെത്തി, പപ്പുവയുടെ ക്യാപിറ്റലെത്തി. ഇവിടെ നിന്ന് ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസിൽ നാട്ടിലേക്ക് പോവുകയാണ്. ഞാനും ഡോക്ടർ അജി പീറ്ററിൻ്റെ ആ വലിയ ത്യാഗമാണ് ഇങ്ങനൊരു ശുശ്രൂഷ യാഥാർത്ഥ്യമാക്കിയത്. ഈശോ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സിബി മാത്യു പീടികയിൽ പിതാവിനെ അനുഗ്രഹിക്കട്ടെ. ഐത്തപ്പ രൂപതയെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ശുശ്രൂഷ പങ്കുവെച്ച ആ ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ യാത്ര തിരിച്ച് 3-ാം ദിവസം ക്യാപിറ്റൽ സിറ്റി പോർട്ട് മോസ്ബിയിലെത്തി. അവിടെ ബിഷപ്പ് കോൺഫറൻസ് സെൻറ്ററിൽ താമസിച്ചു. അടുത്ത ദിവസം ഞങ്ങൾ അവിടുത്തെ ഒരു ദേവാലയത്തിൽ ബലിയർപ്പിച്ചു. പിറ്റേന്ന് ഞങ്ങൾ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ ഏകദേശം 3 മണിക്കൂർ യാത്ര ചെയ്ത് വാനിമോയിലെത്തി. അവിടെ ഫാദർ ഡൊനാറ്റൂസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് എയർപോർട്ടിൽ വെച്ച് തന്നെ വലിയ ഗംഭീരമായ ഒരു സ്വീകരണം ലഭിച്ചു. ഒത്തിരിയേറെ ലോക്കൽ പോപ്പുലേഷൻ ഞങ്ങളെ സ്വീകരിക്കുവാനെത്തി.
അന്ന് ഞങ്ങൾ ഫാദർ ഡൊണാറ്റൂസിനോടൊപ്പം വാനിമോയിൽ തങ്ങി. ഇവിടെ ട്രിവാൻഡ്രം സ്വദേശിയായ ഫാദർ ജോൺസൺ ഞങ്ങളെ പരിസരമൊക്കെ കൊണ്ട് കാണിക്കുകയും അവിടുത്തെ സെമിനാരിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമുള്ള ഒരു സെമിനാരി. പിറ്റേ ദിവസം ഞങ്ങൾ ഐത്തപ്പായിലേക്ക് യാത്ര പുറപ്പെട്ടു. രാവിലെ തന്നെ അവിടെയുള്ള പാരീഷേഴ്സ് തന്നെ എത്തി ഞങ്ങളുടെ ലഗേജുകളൊക്കെ വണ്ടിയിൽ ലോഡ് ചെയ്തു. അവിടെ ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് എല്ലായിടത്തും ഈ ബീറ്റിൽ നട്ട്സ്, അടയ്ക്ക, അത് അവർ ഇങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കും. അത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കച്ചവടമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ ബോട്ടിൽ യാത്ര പുറപ്പെട്ടു ഐത്തപ്പായിലേക്ക്. അത് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. Now we are sailing through Pacific Ocean, and it's a 4 hours journey from Vanuatu to ഈ യാത്ര വളരെ അഡ്വഞ്ചറസ് ആൻഡ് ഡേഞ്ചറസ് ആയിരുന്നു. നമുക്ക് കാണാൻ പറ്റുന്നത് പോലെ സീ റഫായിരുന്നു. അതുപോലെ ഇടയ്ക്ക് മഴ പെയ്തു, റെയിൻകോട്ട് ഇടേണ്ടി വന്നു. പിന്നെ ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്തു. 4.5 മണിക്കൂർ കൊണ്ട് എത്തേണ്ട യാത്ര ഏതാണ്ട് 6 മണിക്കൂർ എടുത്തു. കാരണം സീ വളരെ റഫായിരുന്നു. എന്തായിരുന്നാലും വലിയ ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾ വൈകുന്നേരമായപ്പോൾ ഐത്തപ്പായിൽ എത്തിച്ചേർന്നു. അവിടെ നിന്ന് പിറ്റേ ദിവസം ഞങ്ങൾ അടുത്ത ഒരു ഇടവകയിലേക്ക്, അടുത്ത ഒരു ഇടവക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ പസഫിക്കിലൂടെ തന്നെ ബോട്ടിൽ സഞ്ചരിച്ച് പിന്നീട് ഞങ്ങൾ വലിയ പുഴയിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ അടുത്ത ഒരു ഇടവകയിലെത്തി. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെയുള്ള വീടുകളും മറ്റും കാണുവാനിടയായി. വളരെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വീടുകൾ. അവിടെ കൂടുതലും അവർ വള്ളങ്ങളും മറ്റുമാണ് ഉപയോഗിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാൻ വേണ്ടി. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ പാവപ്പെട്ട മനുഷ്യർ. അവിടെ എല്ലാം തെങ്ങ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ആ പനയുടെ പൊടി 100 എടുത്ത് അതാണ് അവർ പ്രധാനമായിട്ടും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ വനത്തിൽ നിന്ന് കിട്ടുന്ന മറ്റ് എല്ലാ പ്രോഡക്ട്സും അതാണ് പ്രധാനമായിട്ട് അവരുടെ ആഹാരം. വളരെ വിശ്വാസമുള്ള ഇവരെല്ലാം ഇപ്പോൾ പള്ളിയിലേക്ക് വരാനാണ് ഇപ്പോൾ വരുന്നത്. വളരെ തീഷ്ണതയുള്ള വിശ്വാസമുള്ള നിഷ്കളങ്കരായ മനുഷ്യർ. അവർ ഞങ്ങൾ ചെല്ലുന്നത് അറിഞ്ഞിട്ട് എല്ലാവരും തന്നെ പള്ളിയിൽ എത്തുകയുണ്ടായി. ഇവിടെ നമ്മൾ കാണുന്നത് ഇവരെല്ലാം പള്ളിയിലേക്ക് വരികയാണ്. നമുക്ക് കാണാവുന്ന പോലെ പലരുടെ കാലിലും അല്ലെങ്കിൽ മിക്കവരുടെയും കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല. വളരെ മടിയായിട്ടുള്ള സ്ഥലത്ത് കൂടി അവർ അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ വളരെ വിശ്വാസമുള്ള തീഷ്ണതയുള്ള ഒരു ജനതയാണ് ഞങ്ങളവിടെ കണ്ടത്. ഇത് ഇവിടുത്തെ മെയിൻ പള്ളിയിലേക്കുള്ള എൻട്രൻസാണ്. ഇപ്പോൾ ഇവർ എല്ലാം പള്ളിയിലേക്ക് വരികയാണ്. ഇതൊക്കെ ഒത്തിരി മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ഇവർ വരുന്നത്. അപ്പോൾ അവരെല്ലാം അവിടെ തന്നെ താമസിക്കുന്നവരല്ല. ദൂരെ നിന്നൊക്കെ മണിക്കൂറുകൾ യാത്ര ചെയ്താണ് ഇവർ വരുന്നത്. അവർ പള്ളിയിൽ വരികയാണ്. ഇതാണ് അവിടുത്തെ മെയിൻ പള്ളി. ഈ നമ്മുടെ കുരുത്തോല കൊണ്ട് എല്ലാം അലങ്കരിച്ച് നേരത്തെ തന്നെ അവിടെ എത്തി എല്ലാം അവർ അലങ്കരിച്ച് ഞങ്ങളെ എതിരേൽക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാണുന്നതാണ് അവിടുത്തെ വലിയ പള്ളി.
വലിയ പള്ളി എന്ന് പറയുമ്പോൾ വലിയ പള്ളി ഇതാണെങ്കിൽ ഇപ്പോൾ മറ്റു പള്ളികളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മളീ കാണുന്നത് കുർബാനയ്ക്ക് മുമ്പുള്ള ഓപ്പണിംഗ് ഹിമാണ്. പ്രവേശന ഗാനം അവരുടേതായ രീതിയിലുള്ള തുടക്കമാണ് കാണുന്നത്. ഇവിടെ അനേകം പേര് ഇന്ന് ഒത്തുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളീ കാണുന്നത് അവിടുത്തെ കൊയർ ടീമാണ്. ഒത്തിരിയേറെ ആൾക്കാർ മാമോദിസ സ്വീകരിക്കാനും കൺഫർമേഷൻ സ്വീകരിക്കാനും അതുപോലെ ആദ്യ കുർബാന സ്വീകരണത്തിനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ലൈനപ്പ് ചെയ്തിരിക്കുന്നവരെല്ലാം തന്നെ പുതിയതായി അവർ മാമോദിസ സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നവരാണ്. അതിനകത്ത് വളരെ പ്രായമുള്ളവരുണ്ട്, എന്നാൽ ചെറിയ കുട്ടികളുമുണ്ട്. അന്ന് ഏതാണ്ട് 300-ലധികം പേര് മാമോദിസ സ്വീകരിക്കുകയുണ്ടായി. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഓരോ ഇടവകയും തമ്മിൽ 8-10 മണിക്കൂർ യാത്ര ചെയ്യേണ്ട ദൂരമുണ്ട്. അതും റോഡ് സൗകര്യങ്ങളൊന്നുമില്ല. വനത്തിലൂടെ വേണം യാത്ര ചെയ്യാൻ, നടക്കണം. അതുകൊണ്ട് തന്നെ വൈദികരൊക്കെ വളരെ കുറവാണ്. അപ്പോൾ വല്ലപ്പോഴും ചിലപ്പോൾ 5 വർഷം കൂടി ഇരിക്കുമ്പോഴോ 10 വർഷം കൂടി ഇരിക്കുമ്പോഴൊക്കെയാണ് വൈദികർ അവിടെ എത്താൻ സാധ്യമാകുന്നത്. അപ്പോഴാണ് അവർ ഈ മാമോദിസയും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും ഒക്കെ സ്വീകരിക്കുന്നത്. ഈ കാണുന്നവരൊക്കെ ആദ്യ കുർബാന സ്വീകരിച്ചവരാണ്. അതുപോലെ ഇവരൊക്കെ മാമോദിസ സ്വീകരിച്ചവരാണ്. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഒരു ഇടവകയിലേക്ക് യാത്ര പുറപ്പെട്ടു. ഏതാണ്ട് 2-2.5 മണിക്കൂർ നടക്കുന്ന ഒരു യാത്രയായിരുന്നു അത്. പക്ഷേ വളരെ ബുദ്ധിമുട്ടുള്ളൊരു യാത്രയായിരുന്നു. കാരണം വളരെ സ്ലിപ്പറി ആയിട്ടുള്ള തോടുകളൊക്കെ നിറഞ്ഞ വഴി. അവിടുത്തുകാർ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. റൈറ്റ് സൈഡിലായിട്ട് വടിയൂന്നി പോകുന്നത് പിതാവാണ്. പിതാവിന് ഇത് ഒരു ഡെയിലി ടാസ്ക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടു. ഇപ്പോൾ ആ പോകുന്ന വഴിക്കെല്ലാം അവിടുത്തുകാരായ മനുഷ്യർ ഞങ്ങളുടെ കൂടെ നിന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളെ കൈപിടിച്ച് നടത്തി. അതുപോലെ ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ ദുർഘടമായ ഒരു നടപ്പാതയാണിത്. ഇത് വനത്തിലൂടെയാണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. അവിടുത്തുകാർക്ക് അത് സുപരിചിതമാണ്. പക്ഷേ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ജോസഫച്ചനെ കാണാൻ പറ്റും. അച്ഛന് ആകെപ്പാടെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ശരീരവേദനയും ഒക്കെ ഉള്ളതാണ്. പക്ഷേ അച്ഛനെ അവർ പിടിച്ച് അച്ഛനെ ഒത്തിരി ബുദ്ധിമുട്ടി. എന്നാലും നമുക്ക് കാണുന്ന പോലെ അവർ അച്ഛനെ 2 സൈഡിൽ നിന്ന് പിടിച്ച് ആ സ്ലിപ്പറി ആയിട്ടുള്ള വളരെ ദുർഘടമായ പുഴയിലൂടെ കടത്തി ഇപ്പുറത്തെത്തിച്ചു. എനിക്ക് പിന്നെ അത്രയും പ്രശ്നമൊന്നുമില്ലായിരുന്നു. എന്നാലും നമ്മൾ ഒത്തിരി സ്ലിപ്പറിയാണ് അതിൻ്റെ തോട്. അപ്പോൾ അവിടെ എന്നാലും അവർ വളരെ സഹായിച്ച് വീഴാതെ എത്തിച്ചു. വലിയൊരു അനുഗ്രഹമുണ്ടായത് ഈ യാത്രകളെല്ലാം ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും ഒന്ന് വീഴുകയോ അല്ലെങ്കിൽ ഒരിക്കലും ഒരു കാല് തട്ടുകയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. അവിടെ ദൈവത്തിൻ്റെ ശക്തമായ പരിപാലന ഇടപെടൽ കാണാൻ സാധിച്ചു. ചെരുപ്പില്ലാതൊക്കെയാണ് ഒത്തിരിയേറെ നടന്നത്. അങ്ങനെ ചെരുപ്പില്ലാതെ നടന്നിട്ട് അങ്ങനെയുള്ള പരിചയം ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ പരിപാലന ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശമായ വഴികളിലൂടെ, ചെളിയിലൂടെ, പുഴയിലൂടെ ഒക്കെ ആദ്യമായിട്ട് അങ്ങനെ ചെരുപ്പില്ലാതെ നടന്നിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. അങ്ങനെ വീഴുകയോ സ്ലിപ്പാവുകയോ അല്ലെങ്കിൽ കാലിന് വേദനയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടായില്ല. അത് ദൈവത്തിൻ്റെ വലിയ പരിപാലന ഒന്ന് മാത്രമാണെന്ന് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ വളരെ ദുർഘടമായ വഴികളിൽ, വളരെ സ്ലിപ്പറിയായ വഴികളിൽ അവർ ഓലയൊക്കെ വെട്ടി ഇങ്ങനെ നിരത്തി അതിലൂടെയാണ് ഞങ്ങളെ നടത്തിയത്. കാരണം അല്ലെങ്കിൽ തീർച്ചയായിട്ടും തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഞങ്ങൾ പറയാതെ തന്നെ അവർ അങ്ങനെയൊക്കെ ചെയ്ത് വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത രീതിയിലുള്ള ഗംഭീരമായ ഒരു സ്വീകരണം അവർ ഞങ്ങൾക്ക് ഒരുക്കിയിരുന്നു. അവരെല്ലാം ആടിപ്പാടി നൃത്തം ചെയ്ത് ഞങ്ങളെ സ്വീകരിച്ചു.
അതുപോലെ അവിടെ എത്തിയപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതുപോലെ ഇഷ്ടംപോലെ തെങ്ങുണ്ട്. അപ്പോൾ തേങ്ങ കരിക്ക് വളരെ സുലഭമാണ്, വെള്ളത്തിനേക്കാൾ വില കുറവാണ്, അവർക്ക് കരിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇളനീര് കുടിക്കാനായിട്ട് തന്നു. അതിനുശേഷം അവർ വലിയ ആഘോഷം ആടിപ്പാടി നൃത്തം ചെയ്ത് ഞങ്ങളുടെ മുഖത്തൊക്കെ കളറൊക്കെ അടിച്ച് ഇങ്ങനെ മാലയിട്ട് അവരുടേതായ പരമ്പരാഗതമായ രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചു. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ക്യാപിറ്റൽ സിറ്റി പോർട്ട് മോസ്ബി ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് വൈദ്യുതി പോലും എത്തിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല. പുറം ലോകവുമായിട്ട് അവർക്ക് വളരെ കുറച്ച് ബന്ധം മാത്രമേ ഉള്ളൂ. അതിനുള്ള സാഹചര്യങ്ങൾ അവർക്കില്ല. നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് എങ്ങനെ ഈ മനുഷ്യരെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാം എന്നുള്ളത് ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുപോലെ അവരുടെ ജീവിത രീതി, അല്ലെങ്കിൽ അവരുടെ ജീവിതാവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ നമ്മൾ കൂടുതലും കാണുന്നത് ചെറുപ്പക്കാരെയും കുട്ടികളെയാണ്. പ്രായമായവർ ഇവരുടെ ഇടയിൽ വളരെ കുറവാണ്. അതിൻ്റെ കാരണം അവരുടെ ആവറേജ് ആയുസ് 45-50 അത്രയാണ്. കാരണം അവരുടെ ജീവിത രീതിയോ ഭക്ഷണമോ അല്ലെങ്കിൽ ആധുനിക ചികിത്സയ്ക്കുള്ള അഭാവം, അങ്ങനെയൊക്കെ പല കാരണങ്ങളാവാം. നമ്മൾ ഇപ്പോൾ കാണുന്നത് രോഗിയായ ഒരു ടീച്ചറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീനാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് മഴ പെയ്തപ്പോൾ അവർ മഴ നനയാതിരിക്കാൻ വാഴയില കൊണ്ട് മൂടി അങ്ങനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആൾക്കാർ പള്ളിയിൽ ഇരിക്കുന്നതാണ്. മണ്ണ് ഇട്ട്, അല്ലെങ്കിൽ പൊടിമണൽ, അതിനകത്താണ് അവർ ഇരിക്കുന്നത്. മുതിർന്നവരുടെ മാമോദീസയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം അടുത്ത ദിവസം ഞങ്ങൾ അടുത്ത ഒരു ഇടവകയിലേക്ക് യാത്രയായി. അത് തുടക്കത്തിൽ ജീപ്പിലായിരുന്നു. നമ്മൾ ഈ കാണുന്ന യാലിംഗെ റിവറാണ്. ഇത് നമ്മൾ കടക്കാൻ പോവാണ്. അതെ, റിവറിന് നടുക്കാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ വണ്ടി നമ്മൾ ഇവിടെ കിടക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഡ്രൈ ആയി. ഇന്നലെ അച്ഛനും പിതാവും ഒക്കെ വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് ഇവിടെ സ്റ്റക്കായി. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ഇറങ്ങി നോക്കുകയാണ് ആഴം എത്ര ഉണ്ടെന്ന്. അതിൻ്റെ അനുസരിച്ച് വേണം വണ്ടി വിടാൻ. അതുപോലെ ഇവിടെ നമ്മൾ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നദി കിടക്കാൻ നിവൃത്തിയില്ല. വെള്ളം താഴുന്നത് വരെ ഇങ്ങനെ ഇവിടെ കിടക്കേണ്ടി വരും, അല്ലെ തിരിച്ചു പോകേണ്ടി വരും. അപ്പം അത് അദ്ദേഹം ഇറങ്ങി അതിൻ്റെ നോക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ എവിടെയാണ് ആഴക്കുറവ്, ഒഴുക്ക് കുറവ് എന്നൊക്കെ നോക്കിയിട്ടാണ് വണ്ടി പോകുന്നത്.
നമ്മൾ ഈ കാണുന്നത് സാധാരണ ഒരു ജീപ്പല്ല, ഇത് വളരെ ബോഡി ഉയർത്തി നിർമ്മിച്ചിട്ടുള്ള ഈ റോഡുകളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ലാൻഡ് ക്രൂസറാണ്. ഒരു ലക്ഷറി വണ്ടിയല്ല, വളരെ ഓഫ് റോഡിന് അല്ലെങ്കിൽ അതുപോലെയുള്ള യാത്രയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളതാണ്. ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ ഈ നദിയിൽ വെള്ളം കൂടുതലാണെങ്കിൽ എപ്പോഴും വെള്ളം കൂടുകയും കുറയുകയും മഴയുടെ അനുസരിച്ച് ഉണ്ടാവും. മിക്കപ്പോഴും മഴയുണ്ട്. അപ്പം വെള്ളം കൂടുതലാണെങ്കിൽ വെള്ളം താഴുന്നതുവരെ, അത് ദിവസങ്ങളാകാം ആഴ്ചകളാകാം, നമ്മൾ സ്റ്റക്കാവും. അവിടെ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. പിതാവൊക്കെ ശുശ്രൂഷയ്ക്കായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും സ്റ്റക്കാകാറുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അവിടെ ബാക്കിയുള്ള സമയം ആ നാളുകളിൽ അവിടെ താമസിക്കുക ഉള്ള സാഹചര്യത്തിൽ ഈ റോഡുകൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ ഒരു സൈഡ് വളരെ ഡീപ്പായിട്ടുള്ള പൊക്കയാണ്. അപ്പം വളരെ ഇങ്ങനെ വണ്ടി വലിച്ച് അങ്ങ് മാറ്റുക ഓരോ സൈഡിലോട്ട്. അപ്പോൾ അങ്ങനെ അങ്ങ് തെന്നി അങ്ങ് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ഭയത്തോടു കൂടിയാണ് ഈ വണ്ടിയിൽ ഞങ്ങൾ ഇരിക്കുന്നത്. കാരണം അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ അടുത്ത ആ ഇടവകയിലെത്തി. എന്നത്തേതും പോലെ എല്ലായിടത്തേതും പോലെ വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം ഞങ്ങൾക്ക് അവിടെയും ലഭിച്ചു. മാലയൊക്കെ ഇട്ട് പൂക്കളൊക്കെ എറിഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളിൽ ഇങ്ങനെ പൂക്കളൊക്കെ ഇട്ട് അതെല്ലാം അവരുടെ പരമ്പരാഗതമായ ആ രീതിയിലുള്ള വലിയ സ്വീകരണം അവിടെയും ലഭിച്ചു. ഒത്തിരിയേറെ ആൾക്കാർ ഞങ്ങളെ കാണുവാനായിട്ട് വന്നു. ഇവിടെ നമ്മൾ കാണുന്നത് സിബി പീടികയിൽ പിതാവിനെയാണ്. നമുക്ക് കാണാം ചെരുപ്പ് ഒന്നുമില്ലാതെ വളരെ മോശമായ റോഡിലൂടെ പിതാവ് ഇങ്ങനെയാണ് ശുശ്രൂഷയ്ക്ക് പോകുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ആടുകളുടെ ഗന്ധമുള്ള ഇടയൻ, അത് എനിക്ക് പിതാവിൽ കാണാനായിട്ട് സാധിച്ചു. അവിടുത്തെ അവരിലൊരാളായി അവർക്ക് ശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന പിതാവ് എല്ലാവർക്കും ഒരു മാതൃകയാണ്. സഭയ്ക്കും പ്രത്യേകിച്ച് ഐത്തപ്പ രൂപതയ്ക്കും പിതാവ് വലിയൊരു അനുഗ്രഹമാണ്. നമുക്കെല്ലാവർക്കും പിതാവ് വലിയൊരു ഇൻസ്പിറേഷനാണ്. അവിടെ നിന്ന് മുൻപോട്ടുള്ള യാത്ര വളരെ ക്ലേശകരമായിരുന്നു. കാരണം വളരെ സ്ലിപ്പറി ആയിട്ടുള്ള കുന്നുകൾ. ഏതായാലും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അപകടമൊന്നും ഉണ്ടായില്ല. വടിയൊക്കെ ഊന്നി ഞങ്ങൾ യാത്ര ചെയ്തു. അവിടെ എത്തി. എന്നത്തേതും പോലെ വലിയ ഒരു സ്വീകരണം അവിടെയും ഞങ്ങൾക്ക് ലഭിച്ചു. അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഒരു ഡീക്കൻ മൈക്കിൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ എത്തി വലിയ സന്തോഷം ആയിരുന്നു. അതുപോലെ ഒത്തിരിയേറെ പേര് മാമോദീസ സ്വീകരിക്കുകയും അതുപോലെ ഏതാണ്ട് 300-ഓടടുത്ത ആൾക്കാർ കൺഫർമേഷൻ സ്വീകരിക്കുകയും അതുപോലെ ഏതാണ്ട് 150-ഓളം ആൾക്കാർ ആദ്യ കുർബാന സ്വീകരണവും അവിടെ നടത്തി. അവിടെ എല്ലാം എനിക്കുണ്ടായ വലിയൊരു അനുഗ്രഹം, അവരോടെല്ലാം സുവിശേഷം പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് ദൈവം അവസരം നൽകി. ഞങ്ങൾ പോയിടത്തെല്ലാം തന്നെ ആ കമ്മ്യൂണിറ്റിയോടെല്ലാം സുവിശേഷം പ്രസംഗിക്കുവാൻ നമ്മുടെ പിതാവും അച്ഛനും എനിക്ക് അവസരമൊരുക്കി തന്നു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. ഇംഗ്ലീഷിലാണ് പ്രസംഗിച്ചത്. അവർക്കതെല്ലാം മനസ്സിലാകും. അവരുടെ ഭാഷ ബ്രോക്കൺ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനോട് വേറെ ചില അവരുടെ സ്ലാങ് കൂടെയൊക്കെ ചേർത്തുള്ള ഒരു ഭാഷ. തുടക്കത്തിൽ വലിയ വെയിലായിരുന്നു. അവരെല്ലാം കൂടെയൊക്കെ പിടിച്ചുകൊണ്ട് അതിൽ വളരെ തീക്ഷ്ണതയോടെ പങ്കെടുത്തു. അനേകം പേർക്ക് പിതാവ് അച്ഛന് മാമോദീസ നൽകി. പിന്നെ കൺഫർമേഷൻ, അതുപോലെ പിന്നീട് ആദ്യ കുർബാന സ്വീകരണം. അതിനുശേഷം മഴ പെയ്തു. എന്നാൽ ആ മഴ പെയ്ത സമയത്ത് അവരെല്ലാം മഴ നനഞ്ഞുകൊണ്ട്, അവിടെയാണ് അവരുടെ വിശ്വാസവും തീക്ഷ്ണതയും കൂടുതലായിട്ട് കാണാനിടയായത്. ആ മഴ നനഞ്ഞ്
നിന്നുകൊണ്ട് അവർ ആ ശുശ്രൂഷയിലെല്ലാം പങ്കെടുത്തു. അവിടെ വലിയ സെറ്റപ്പുള്ള ഒരു പള്ളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഒരു കുടിൽ, ഒരു ഷെഡ്, അതായിരുന്നു പള്ളി. എന്നാൽ പ്രത്യേകമായിട്ട് കെട്ടി ഒരുക്കിയ സ്റ്റേജിൽ എല്ലാ ശുശ്രൂഷകളും നടന്നു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ആ മല ഇറങ്ങിയത് കയറി പോയതിലും വളരെ ദുഷ്കരമായിരുന്നു. കാരണം വളരെ സ്ലിപ്പറി ആയിട്ടുള്ള കുന്നിലൂടെ ഇറങ്ങി വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വലിയ പരിപാലന കൊണ്ട് വളരെ സന്തോഷത്തോടെ സുരക്ഷിതരായിട്ട് ആ മല ഇറങ്ങുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ ഇറങ്ങി വന്ന വഴിക്കെല്ലാം ആൾക്കാർ ഞങ്ങളെ കാണാനായിട്ട് ഇങ്ങനെ നിന്നു. അവരെല്ലാം വലിയ സന്തോഷത്തോടെ ഇറങ്ങി വന്നപ്പോഴും കയറിപ്പോയപ്പോഴും എല്ലാം സ്വീകരിച്ചു. നമുക്ക് എല്ലാവരും ഷേക്ക് ഹാൻഡ് തരിക, അതുപോലെ അനുഗ്രഹം ചോദിക്കുക, ഇതൊക്കെ വലിയൊരു നന്മയായി, അനുഗ്രഹമായി അവിടെ കാണാൻ പറ്റി. അതിനുശേഷം മണിക്കൂറുകൾ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു കോൺവെൻറ്റിലെത്തി. അവിടുത്തുകാരി ഒരു സിസ്റ്ററാണ് ഈ നിൽക്കുന്നത്. ആ പള്ളിയിലെ കൊയർ ഗ്രൂപ്പാണ് ഇപ്പം നമ്മൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് അവിടുത്തെ ആ പള്ളിയാണ്. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ മലയാളിയായ ഫാദർ തോമസിനെ ഞങ്ങൾ കണ്ടു. അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് ഇടവക്കാരാരോ സമ്മാനിച്ച 2 പന്നിയുടെ പുകച്ച കാലുകൾ അദ്ദേഹം ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തന്നു. അടുത്ത സ്റ്റേഷനിലെത്തിയപ്പോൾ ഞങ്ങളത് അവിടെ കൊടുത്ത് അവരത് ഞങ്ങൾക്ക് ചുട്ട് തരികയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് ഒരു കോൺവെൻറ്റിലെത്തി. അവിടെ ഒത്തിരിയേറെ ആൾക്കാർ രാത്രിയിൽ കറണ്ടും ഇല്ലാതിരുന്നിട്ടും സിസ്റ്റേഴ്സും എല്ലാവരുമായിട്ട് ഞങ്ങളെ ആടിപ്പാടി മാലയിട്ട് സ്വീകരിച്ചു. അന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള പ്രീസ്റ്റ് ഹോമിൽ ഉറങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് ആ കോൺവെൻറ്റിൽ നിന്നാണ്. അവിടെ കണ്ട അവിടുത്തെ ഭാഷ സംസാരിക്കുന്ന പാരറ്റ്സാണ് നമ്മൾ ഈ കാണുന്നത്. ആ സിസ്റ്റേഴ്സും അവർ വളർത്തുന്നതാണ്. വളരെ മനോഹരമായിട്ട് അവിടുത്തെ ഭാഷ സംസാരിക്കുന്ന പാരറ്റ്സ്. ഇത് അവിടുത്തുകാർ പലപ്പോഴും അവർക്ക് കിട്ടുന്ന ഗതാഗത മാർഗമാണ്. ഇതവർ പുതിയതായി പണിയുന്ന ഒരു വീടാണ്. ഇങ്ങനെയാണ് അവർ വീടുകൾ പണിയുന്നത്. പിന്നീട് തൊട്ടടുത്ത് ഞങ്ങൾ അവരുടെ ചെറിയ പള്ളികൾ, ദേവാലയങ്ങൾ കാണുകയുണ്ടായി. ഇതൊക്കെ അവർ ഒന്നിച്ചു കൂടുന്ന അവരുടെ പള്ളികളാണ്. അവിടെ അവർ ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമാണ് ഇതൊക്കെ. അതുപോലെ അതിനുള്ളിലായിട്ട് നമുക്ക് അവർ അൾത്താര ഉണ്ടാക്കി വച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ എന്നാലും എല്ലാം അവർ ക്രമമായി ചെയ്യുകയും അവരുടെ വിശ്വാസം കാത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് അവിടെ കാണാൻ പറ്റിയത്. ചോർന്നൊലിക്കുന്ന ദേവാലയങ്ങളും അതുപോലെ ദ്രവിച്ചുപോയ സക്രാരിയും അതുപോലെ ശോചനീയമായ അവസ്ഥയിലുള്ള അൾത്താരയും ഒക്കെ നിത്യ കാഴ്ചകളാണ്. അതുപോലെ പള്ളിയിലേക്ക് അവർ കൊണ്ടുവരുന്ന കാഴ്ചകൾ കോഴിയും അതുപോലുള്ള സാധനങ്ങളുമൊക്കെയാണ്. എങ്കിലും അവർ അവരുടെ വിശ്വാസമെല്ലാം വളരെ ശക്തമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. ഇത് വേറൊരു ദേവാലയത്തിൽ ഞങ്ങൾ പോയപ്പോൾ അവിടെ തടിച്ചുകൂടിയ ജനങ്ങളാണ് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട്, കൺഫർമേഷനായിട്ട്, മാമോദിസ സ്വീകരിക്കുവാനായിട്ട് എല്ലാം വളരെ ആക്റ്റീവായിട്ടുള്ള ചെറുപ്പക്കാർ. അത് വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. അതുപോലെ വീണ്ടും പിതാവും അച്ഛനുമൊക്കെ നിൽക്കുന്നത് അതൊരു അൾത്താരയാണ്, പക്ഷേ തകർന്നു പോയി.
വെള്ളമൊക്കെ വീണ് അങ്ങനെ ഉള്ള കാഴ്ചകളാണ് മിക്കയിടത്തും കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു. അടുത്ത ഇടവകയിലേക്കുള്ള യാത്ര അത് വീണ്ടും ജീപ്പിൽ തന്നെയായിരുന്നു. അത് വളരെ ദുർഘടമായ വഴികളിലൂടെ വളരെ അപകടം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. പലപ്പോഴും ഞങ്ങളുടെ വണ്ടി ഇങ്ങനെ സൈഡിലേക്കൊക്കെ സ്ലിപ്പ് ചെയ്ത് പല പ്രാവശ്യം പോവുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഞങ്ങളുടെ യാത്രയിൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ എത്തേണ്ടിടത്ത് എത്തി. അതാണ് വലിയൊരു അനുഗ്രഹമായത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അന്നത്തെ ആ ദിവസത്തെ ആ ജീപ്പ് യാത്രയാണ്. പോകുന്ന വഴി നമുക്ക് അവരുടെ വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പോയ വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഇടയ്ക്ക് ഇപ്പം കേടായി. അപ്പോൾ അവിടുത്തുകാരനായ ഡ്രൈവർ തന്നെയാണ്, പിതാവിൻ്റെ ഒരു ശുശ്രൂഷകനാണ്. അപ്പം അവർ തന്നെ ആ വണ്ടി ഇടയ്ക്ക് റിപ്പയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ യാത്ര മുഴുവനാക്കി. ഇവിടെ നിന്ന് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്ര ഒരു ദിവസം മുഴുവൻ റോഡ് മാർഗം ഞങ്ങൾക്ക് വിവേക് എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തു. വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ വളരെ സാഹസികമായ ഒരു യാത്രയായിരുന്നു. ഒരു ദിവസം മുഴുവൻ ഇത്തരത്തിലുള്ള റോഡിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആകപ്പാടെ ശരീരമൊക്കെ വേദന എടുത്ത് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ, ഒരു ദിവസത്തെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ അവിടെ ആ യാത്ര പൂർത്തിയാക്കി വിവേകിലെത്തി. വിവേകിലേക്കുള്ള ഈ യാത്ര അല്പം റിസ്കി ആയിരുന്നു. റോഡ് മാത്രമല്ല, ഈ വഴികളിൽ കൊള്ളയും കൊലയും ഒക്കെ നടക്കാറുള്ള സ്ഥലമാണ്. കാരണം അവിടെ ആൾക്കാർ വഴിയിൽ യാത്രക്കാരെയും അങ്ങനെ ഇപ്പോൾ വിജനമായ സ്ഥലമാണല്ലോ. അപ്പോൾ അവിടെ തടഞ്ഞു നിർത്തി അവരെ കൊല ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഡ്രൈവർ ഞങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നു. അപ്പോൾ അവിടെയൊക്കെ വളരെ സേഫായിട്ട് വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. വിൻഡോ ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ച് എന്തായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥനാപൂർവ്വം യാത്ര ചെയ്തു. എല്ലാം വളരെ ഭംഗിയായിട്ട് പോയി. ആ വഴികളിൽ ഞങ്ങൾ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഇങ്ങനെ വളരെ കാണുകയുണ്ടായി. വല്ലപ്പോഴും അങ്ങിങ്ങായി കാണുന്ന യാത്രാ വാഹനങ്ങൾ ഇങ്ങനെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആ കോൺവെൻറ്റിലെത്തി. അവിടെ താമസിച്ചു, ഭക്ഷണം കഴിച്ചു. രാവിലെ പിതാവും അച്ഛനും ചേർന്ന് ഞങ്ങൾ ബലിയർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഉച്ചയോടുകൂടി വളരെ സന്തോഷത്തോടെ എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പോർട്ട് മോസ്ബിയിലേക്കുള്ള ഫ്ലൈറ്റ് ഏതാണ്ട് 1.5 മണിക്കൂറുണ്ടായിരുന്നു. അങ്ങനെ ആ ക്യാപിറ്റൽ സിറ്റിയിൽ ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി പോർട്ട് മോസ്ബിയിൽ. അതിനുശേഷം അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ എയർപോർട്ടിലെത്തി. തിരിച്ച് അങ്ങോട്ടുള്ള ഫ്ലൈറ്റിന് പോരുവാനായിട്ട് അവിടെ ഞങ്ങളെ കാണുവാൻ പിതാവിൻ്റെ സുഹൃത്തായ അവിടുത്തെ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങളെ കാണുവാൻ എത്തിയിരുന്നു എയർപോർട്ടിൽ. അതിനുശേഷം ഞങ്ങൾ സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂരിൽ നിന്ന് കൊച്ചിയിലെത്തി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ മിഷൻ ഇവിടെ തുടങ്ങുകയാണ്, അവസാനിക്കുകയല്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ സിബി പീടികയിൽ പിതാവ് ആടുകളുടെ ഗന്ധമുള്ള പിതാവിനെ എങ്ങനെ സഹായിക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ എന്ന് ചിന്തിക്കുന്നു. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ ഒത്തിരിയേറെ വിഷമതകൾ അനുഭവിക്കുന്ന, ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന പാപ്പുവ ന്യൂഗിനിയിലെ നമ്മുടെ സഹോദരങ്ങളായ മനുഷ്യരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും, എങ്ങനെ അവരുടെ ജീവിതനില അല്പമെങ്കിലും മെച്ചപ്പെടുത്താൻ പറ്റും എന്നൊക്കെയുള്ള ചിന്തയിലും ഒരു മിഷനിലുമാണ് നമ്മൾ. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെയാണ് മുൻപോട്ട് ഈ ശുശ്രൂഷ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവരുടെയും സഹായവും സഹകരണവും
അപേക്ഷിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ അറിയിക്കാം. പ്രൈസ് ദി ലോർഡ്.